കൊല്ലം അഷ്ടമുടി സഹകരണ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവെന്ന ഗുരുതരമായ പരാതി ഉയർന്നിരിക്കുകയാണ്. വാർത്ത കൈകാര്യം ചെയ്യാനെത്തിയ ജനം TV സംഘത്തിന് നേരെയും ആശുപത്രി അധികൃതരുടെ ഭീഷണി. വിവരങ്ങളുമായി എം മനോജ് ഉണ്ട്. മനോജ്, എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? ഏത് രീതിയിലുള്ള ചികിത്സാ പിഴവാണ് സംഭവിച്ചത്? രാഖി, കയ്യിലെ കൊഴുപ്പ് മാറ്റൽ ശസ്ത്രക്രിയയ്ക്കാണ് ചാത്തന്നൂർ സ്വദേശിയായിട്ടുള്ള ഹസീസ് ഈ അഷ്ടമുടി സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഇവിടേക്ക് എത്തിയ സമയം തന്നെ, അതായത് ഈ 25-ാം തീയതിയാണ് ഈ ശസ്ത്രക്രിയ നടന്നത്. എന്നാൽ സീനിയർ ഡോക്ടർ ഇല്ലാതെ ജൂനിയർ ഡോക്ടറെ കൊണ്ട് ചെയ്യിപ്പിച്ചുവെന്നും അതോടൊപ്പം തന്നെ ശരിയായ രീതിയിലല്ല ഈ സർജറി നടന്നതെന്നുമാണ് ഈ പരാതിക്കാരൻ പറയുന്നത്. അതേസമയം തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ കൈ മറ്റൊരു കാര്യത്തിലും തന്നെ, അതായത് വിരലുകൾ പോലും അനക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രതികരണവും അതോടൊപ്പം തന്നെ ഈ വാർത്തയും കൈകാര്യം ചെയ്യാൻ എത്തിയതാണ് ഞങ്ങൾ. അതേസമയം തന്നെ ഇവിടെയുള്ള ആശുപത്രിയുടെ അധികൃതർ പറഞ്ഞുവിട്ട് ജീവനക്കാർ വന്ന് ഞങ്ങളുടെ ഫോട്ടോസ് എടുക്കുകയും അതോടൊപ്പം അത് ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് നേരെയും ഭീഷണി ഉയർത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ഒരു കൈ കാണുമ്പോൾ തന്നെ അറിയാം, 25-ാം തീയതി മൈനറായിട്ടുള്ള ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി എത്തിയതാണ് അദ്ദേഹം. പിന്നീട് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന കാര്യം അദ്ദേഹം തന്നെ പറയും. എന്തായാലും ഈ ഒരു ചികിത്സയ്ക്കായി അല്ലെങ്കിൽ ശസ്ത്രക്രിയയ്ക്കായി ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? ഞാൻ 23/4/2025 ജേക്കബ് ജോൺ എന്ന ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്. പുള്ളി പറഞ്ഞു ഞരമ്പ് കൊഴുപ്പ് കയറിയടഞ്ഞാണ്, എമർജൻസി സർജറി വേണം. അങ്ങനെ 25-ാം തീയതി രാവിലെ 7 മണിക്ക് ഇവിടെ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. ഞാൻ 7 മണിക്ക് അഡ്മിറ്റായി. 11 മണിക്ക് എന്നെ വാർഡിൽ അഡ്മിറ്റ് ചെയ്തു. 1 മണിയായപ്പോൾ തിയേറ്ററിൽ കൊണ്ടുപോയി സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. തിയേറ്ററിൽ കൊണ്ടുപോയി. സർജറിക്ക് കൊണ്ടുപോയപ്പോൾ ഇവർ ആദ്യമേ കൈമാറി സർജറി ചെയ്യാൻ പോയി, വലത്തേ കൈ. അപ്പോൾ ഞാൻ അനസ്തേഷ്യ കൊടുത്തില്ല അന്നേരം. അപ്പോൾ ഞാൻ പറഞ്ഞു വലത്തേ കൈയിൽ ഇടത്തേ കൈയാന്ന് പറഞ്ഞു. നിങ്ങളതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഫയലിനകത്ത്. വീണ്ടും അവർ ഇടത്തേ കൈ സർജറി ചെയ്യാനായിട്ട് ഒരു ലേഡി ഡോക്ടർ, ഇവർ MBBS ഉള്ളൂ, അവർക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയിട്ടില്ല. ഈ ജേക്കബ് ജോൺ ഡോക്ടർ തിയേറ്ററിൽ വന്നിട്ടേ ഇല്ല. പുള്ളി വരുന്നത് എന്നെ സർജറി കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് തിയേറ്ററിന് ഒബ്സർവേഷൻ വാർഡിൽ മാറ്റിയതിന് ശേഷമാണ് പുള്ളി ഇവിടെ വരുന്നത്. അവിടെ വന്ന് ഞാൻ വെള്ളം ചോദിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വളരെ മോശമായിട്ട് സംസാരിക്കുകയും ഇവിടെ വെള്ളമൊന്നുമില്ല, പിന്നെ ഇയാളെ ഇവിടെ അടുത്ത്. അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടറെ വിശ്വാസത്തിലാണ് ഇവിടെ വന്നത് സർജറിക്ക്. അപ്പോൾ ഡോക്ടറല്ലല്ലോ സർജറി. അതിപ്പോൾ ഞാൻ തന്നെ നിർബന്ധം എന്തുവാ, ആരും ചെയ്താൽ പോരെ, ഇവിടെ ഇങ്ങനെയൊക്കെ പറ്റൂ, നീ ഇങ്ങനെ സംസാരിച്ച് ഞാൻ എന്നെ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ എന്നാ ചെയ്തു. അങ്ങനെ എന്നെ സർജറി കഴിഞ്ഞ് 15 രൂപ എന്നെ വെച്ച് ഡിസ്ചാർജ് ചെയ്തു. ഒരു ആൻറ്റിബയോട്ടിക് ടാബ്ലറ്റ് പോലും തരാതെ എന്നെ ഡിസ്ചാർജ് ചെയ്തു. പാരാസെറ്റമോൾ 500 10 ഗുളിക ഫയലിനകത്ത് കുറിച്ചിട്ടുണ്ട്. ഞാനത് എടുത്തതുമില്ല. വേദന കൂടിയതിനു ശേഷം ഞാൻ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ ചെന്ന് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുക്കുകയും മരുന്നെടുക്കുകയും തരുകയും ചെയ്തു. പിറ്റേരാലം BR ഹോസ്പിറ്റലിൽ നെടുങ്ങോലം അവിടെ ചെന്നപ്പോഴാണ് കൈ ഇൻഫെക്ഷൻ ആയത്. അപ്പോൾ അയാൾ വീണ്ടും 10 ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുത്ത് അന്ന് മുതൽ അവിടുത്തെ ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പോൾ കൈയുടെ അവസ്ഥ എന്താണ്? അതിനേക്കാൾ വഷളായിരിക്കുകയാണ്. ഇപ്പോൾ കൈ അനക്കാൻ വയ്യ, കൈ ഒരു സ്വാധീനമില്ല. കൈ ഷോൾഡർ അനക്കാൻ വയ്യ, വിരൽ അനക്കാൻ വയ്യ. ഇതിനേക്കാൾ കുറവായിരുന്നു എനിക്ക് സർജറിക്ക് മുമ്പ്. ഇതുമായി ബന്ധപ്പെട്ട് പരാതിയെ കൊടുത്തിട്ടുണ്ട്. പരാതി ചാത്തന്നൂർ ACPക്ക് കൊടുത്തിട്ടുണ്ട്, കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഒരു ന്യായമായ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായില്ല. ഞാനിപ്പോൾ കോടതിയിലോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. ഈ ആശുപത്രി അധികൃതരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? പ്രതികരണം എനിക്ക് പിന്നെ ഞാൻ അറിഞ്ഞത് ഈ ഹോസ്പിറ്റൽ ലൈസൻസ് ഇല്ലാതാണ് പ്രവർത്തിക്കുന്നത്. 2017 ലൈസൻസ് ഇല്ല. അതിന് ഒരു നിലയുള്ള ലൈസൻസേ ഉള്ളൂ. ഇപ്പോൾ 3 നില കെട്ടി വെച്ചേക്കുന്നു. ഫയർ ആൻഡ് സേഫ്റ്റി ഇല്ല. അങ്ങനെ യാതൊരു നിയമം ഇതുമില്ലാത്ത ഹോസ്പിറ്റലാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഗുണ്ടാ വിളയാട്ടമാണ് നടക്കുന്നത്. ആരെങ്കിലും ചോദിക്കാൻ വന്നാൽ അവർ ഭീഷണിപ്പെടുത്തുക, അടിച്ചു പൊട്ടിക്കുക, സാധാരണക്കാരാണ് വരുന്നത്. അപ്പം ഞാനാണിപ്പോൾ ഇവിടെ പ്രതികരിക്കുന്നത്. എൻ്റെ കൂടെ ഇപ്പോൾ വേറെ പല ഇത് കണ്ടും കേട്ടുമൊക്കെ വരുന്നുണ്ട്. തീർച്ചയായും അതുതന്നെയാണ്. ഇവിടെ ചികിത്സയ്ക്ക് എത്തിയവർ പോലും ഒരു കാര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സംഭവിച്ച കാര്യം തുറന്നു പറയുമ്പോൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ വാർത്ത കൈകാര്യം ചെയ്യാൻ ഇവിടെ എത്തുന്നവരെ ഭീഷണിപ്പെടുത്തുന്നു. ഇതൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തന്നെ പിന്തുണയോടുകൂടിയുള്ള ആശുപത്രിയാണ്, അവർ കൈകാര്യം ചെയ്യുന്ന ആശുപത്രിയാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള അധികൃതരും ഇതുപോലെ പെരുമാറുന്നത്. എന്തൊക്കെയായാലും ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല, നിങ്ങൾ കേസ് കൊടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും വഴി സ്വീകരിച്ചോളൂ, ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെയുള്ള ആശുപത്രി അധികൃതരുടെയും പെരുമാറ്റം. എന്തായാലും വലിയ ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവ് തന്നെയാണ്. ഒരാളുടെ കൈക്ക് വേണ്ടിയിട്ട് ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി എത്തിയ സമയത്താണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് ഇന്ന് കൈ അനക്കുവാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നത്. അന്ന് തന്നെ, അതായത് ആദ്യം കൈ മാറി സർജറി ചെയ്യാൻ പോയി എന്നുള്ളതാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അത്തരത്തിൽ ഒരു ശ്രദ്ധയുമില്ലാതെ അതിനു മുമ്പ് നൽകേണ്ട, അതായത് ഒരു ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് നൽകേണ്ട മറ്റ് സംവിധാനങ്ങളൊന്നും നൽകാതെ, ബ്ലഡ് ടെസ്റ്റ് പോലും നടത്താതെയാണ് ഇവിടെ ഈ ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നത്. അദ്ദേഹം ഇനി കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള
ആശുപത്രി അധികൃതരും ജീവനക്കാരും പെരുമാറുന്നതും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഈ വാർത്ത ഇവിടെ എടുക്കുവാൻ വന്ന ജനം TV സംഘം, അതായത് റിപ്പോർട്ടറും ക്യാമറമാനും ഈ ആശുപത്രിയുടെ പുറത്തു നിന്നും ഇദ്ദേഹത്തിന്റെ പ്രതികരണം എടുത്ത സമയത്ത് അവരുടെ ഫോട്ടോ എടുത്ത് ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ആശുപത്രിയുടെ അധികൃതരുടെ നിർദ്ദേശപ്രകാരം ജീവനക്കാർ ചെയ്തിട്ടുള്ളത്. പിന്നീട് അത് ചോദ്യം ചെയ്തപ്പോൾ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് ഇവിടെയുള്ള ആശുപത്രി അധികൃതരും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതായത് ഈ ആശുപത്രിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ചികിത്സ ശരിയായ രീതിയിൽ നൽകുന്നില്ല എന്നും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തു വിട്ടു. അതായത് ഒരു കാര്യം ചോദിച്ചതിന് ഇദ്ദേഹത്തെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്തു വിടുകയും ഇവിടെ മുഴുവൻ ബില്ലും സെറ്റിൽ ചെയ്ത് പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് വിടുകയുമാണ് ഉണ്ടായത്. ഒരു ഉത്തരവാദിത്വവും തങ്ങൾക്കില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെയുള്ള ഡോക്ടർമാർ, അതായത് സീനിയർ ഡോക്ടർമാർ അടക്കം പെരുമാറിയത് എന്നുള്ളതാണ്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം നിലനിൽക്കുകയാണ്. അദ്ദേഹം ഇനി പരാതിയുമായി കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന് നീതി വേണമെന്നുള്ള ആവശ്യം തന്നെയാണ്. ആ ആവശ്യവുമായി ഈ ആശുപത്രിക്ക് മുന്നിലേക്ക് എത്തിയപ്പോഴാണ് ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള ഒരു മോശം പെരുമാറ്റവും ഉണ്ടായിട്ടുള്ളത്. മനോജ്, കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഇത് ഏത് ഡോക്ടറാണ് ഇത്തരത്തിലൊരു ചികിത്സാ പിഴവ് നടത്തിയിരിക്കുന്നത്? അതായത് യാതൊരു അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏത് ഡോക്ടർക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്? തീർച്ചയായും അദ്ദേഹം കൃത്യമായും പറയും. അതിൽ അഞ്ജലി എന്നുള്ള ഡോക്ടറാണ് താങ്കളെ സർജറി ചെയ്തത്. അവർക്ക് MBBS ഡിഗ്രി മാത്രമേ ഉള്ളൂ, രജിസ്ട്രേഷൻ ഇല്ല, IMOയുടെ രജിസ്ട്രേഷൻ ഇല്ല. ആരുടെ നിർദ്ദേശപ്രകാരമാണ് സർജറി ചെയ്തിട്ടുള്ളത്? ഇത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞത് ജേക്കബ് ജോൺ ആണ്. അപ്പോൾ പുള്ളി ചെയ്യാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു ഡോക്ടറിൽ ചെയ്യണമെന്ന് പറഞ്ഞത്. ഉടനെ ഇയാൾ എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്തു, സർജറി ആരും ചെയ്താൽ പോരെ, താനെന്തിനാ അറിയുന്നതെന്ന്. അപ്പോൾ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് ഇവർക്ക് രജിസ്ട്രേഷൻ നമ്പർ ഇല്ല എന്നുള്ള കാര്യം അറിയുന്നത്. എത്ര ദിവസമായി അദ്ദേഹത്തിന്റെ സർജറി കഴിഞ്ഞിട്ട്? എത്ര ദിവസമായി? ചെയ്യേണ്ട ശസ്ത്രക്രിയ തീർച്ചയായും കഴിഞ്ഞ മാസം ഈ 25-ാം തീയതി, അതായത് 25-ാം തീയതിയാണ്, ഏപ്രിൽ 25-നാണ് അദ്ദേഹം ഇവിടെ എത്തി ഈ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ ഇത്രയും ദിവസമായി ഏതൊക്കെ ആശുപത്രികളിൽ എത്തിയിരുന്നു? ഞാനിപ്പോൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയി, BR ഹോസ്പിറ്റലിൽ പോയി, 2 ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെയൊക്കെ പറഞ്ഞത് സർജറി ശരിയായി ഫെയിലിയറാണെന്നാണ് പറഞ്ഞത്. പരാജയമായിരുന്നു. ഇത് ഇത്രയും കീറേണ്ട ഒരു കാര്യമില്ല, ഇത് കീറി പൊളുന്ന സ്റ്റൈൽ വേണം പറഞ്ഞൂടെ. അപ്പോൾ ഇത്രയും കീറേണ്ട കാര്യമില്ലായിരുന്നു. ഇത് അറിയാൻ പറ്റാത്തവരാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്നിട്ടും ഇവർക്കൊരു ഉത്തരവാദിത്വം ഇല്ല. അപ്പം നമ്മൾ പിന്നെ വിശ്വാസമില്ലാതെ നമ്മളിവിടെ വരേണ്ട കാര്യമില്ലല്ലോ. ഈ സ്ഥിതിയിൽ ചെയ്തു വെച്ചതിൻ്റെ അടുത്ത് പിന്നെ നമ്മൾ വന്നിട്ട് എന്ത് കാണിക്കാനാ? ഞാൻ പിന്നെ വന്നില്ല ഇവിടെ. അങ്ങനെയാണ് പെറ്റീഷൻ കൊടുക്കുന്നത്. ഇപ്പം മുഴുവനായി എത്ര ദിവസമായി ഈ ഒരു പ്രശ്നം? ഏപ്രിൽ 25-ാം തീയതി സർജറി എഴുതുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ, ഇപ്പം 2 മാസമാകാൻ പോകുന്നു. 2 മാസമായി കൈയുടെ അവസ്ഥ ഇതാണ്. 2 മാസമായിട്ട് ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. കൈ ഷോൾഡർ അനക്കാൻ വയ്യ, കൈ അനക്കാൻ വയ്യ, ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ ഈ അസുഖം മാറാനല്ലേ സർജറി ചെയ്തത്, പിന്നെ ഇത് കൂടാനാണ് സർജറി ചെയ്തത്. തീർച്ചയായും അദ്ദേഹം ഈ കൈക്ക് വേണ്ടി, അതായത് കൊഴുപ്പ് നീക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. പക്ഷേ അദ്ദേഹത്തിന് ഇന്ന് അനുഭവിക്കേണ്ടി വരുന്നത് ഈ 2 മാസമായി അദ്ദേഹത്തിന് ഈ കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത്. അത് ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെതിരെ പരാതി നൽകുമ്പോൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന ഈ ഭീഷണിയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ഈ ആശുപത്രി അധികൃതർ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ കാരണം, അതായത് ഇത് ചൂണ്ടിക്കാട്ടി തന്നെ കോടതിയെ സമീപിക്കും, കൃത്യമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത്. മനോജ് പറഞ്ഞതനുസരിച്ച് 2 മാസം കഴിയുന്നു ഈ സർജറി കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഈ ആശുപത്രി അധികൃതരെ ബന്ധപ്പെട്ടിരുന്നു. അവർ ആദ്യം തന്നെ ഭീഷണിയുമായി രംഗത്തെത്തുകയായിരുന്നു എന്ന് മനോജ് പറഞ്ഞു. എങ്കിൽ പോലും ഇവർ ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം എന്താണ്? എന്തുകൊണ്ടാണ് ആ മനുഷ്യന് 2 മാസം കഴിഞ്ഞിട്ട് ആ കൈയൊന്ന് അനക്കാൻ പോലും സാധിക്കാത്തത്? തീർച്ചയായും അദ്ദേഹം ഈ ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്ത് അന്ന് അദ്ദേഹം ഇത് ചോദ്യം ചെയ്തിരുന്നു. കാരണം എന്നെ ശസ്ത്രക്രിയ ചെയ്യേണ്ട ഡോക്ടർ ഇതല്ലല്ലോ എന്നുള്ള ചോദ്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് വിടുകയാണ് ഉണ്ടായത്. പിന്നീട് ഇങ്ങോട്ടേക്ക് അദ്ദേഹം അരമണിക്കൂറിനാകുമ്പോൾ ഡിസ്ചാർജ് ചെയ്തു. ഞാൻ ഹാർട്ട് പേഷ്യൻ്റാണ്. ഒരു ടെസ്റ്റും നടത്തിയില്ല സർജറിക്ക് മുമ്പ്. ഞാൻ രാവിലെ ഇൻസുലിൻ എടുക്കുന്ന ഒരു പേഷ്യൻ്റാണ്. അന്നത്തെ ഷുഗർ പോലും പുള്ളി നോക്കിയിട്ടില്ല. എന്നെ സർജറി ചെയ്യുന്നതിന് മുമ്പ് 7 മണിക്ക് ഇവിടെ അഡ്മിറ്റ് ആയതിനു ശേഷം ഈ 1 മണി വരെ എനിക്ക് യാതൊരു ടെസ്റ്റും എന്നെ നടത്തിയിട്ടില്ല. 1:10 തിയേറ്ററിൽ കയറ്റി ഇയാൾ ഈ ലേഡി ഡോക്ടറെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് ഒബ്സർവേഷൻ വാർഡിൽ വരുമ്പോഴാണ് പുള്ളി വരുന്നത്. പുള്ളി വന്നിട്ടാണ് ഈ സൈസ് വർത്താനം എടുത്ത് പറഞ്ഞത്. വെള്ളം ചോദിച്ചപ്പോൾ ഇവിടെ വെള്ളമൊന്നുമില്ല, നീ എൻ്റെ അവിടെ പോയി ചോര്, മറ്റെടുത്ത് പോയി ചോര്. അപ്പോൾ ഞാൻ ഡോക്ടറിൽ സർജറി ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ചെയ്താൽ പോരെ, ഞാൻ തന്നെ എന്തുവാ അങ്ങനെ ഷൗട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനല്ലല്ലോ എൻ്റെ രീതി,
അപ്പോൾ പിന്നെ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് ഈ ഡോക്ടർ വേറൊരു MBBS കാരിയാണ്, രജിസ്ട്രേഷൻ നമ്പറില്ല. അത് എൻ്റെ തെളിവ് എൻ്റെ ഇരിപ്പുണ്ട്, ഞാൻ തരാം. തീർച്ചയായും അദ്ദേഹം പറയുന്നത് മനസ്സിലാക്കുമ്പോൾ, അതായത് സീനിയർ ഡോക്ടറാണ് ഇത്തരത്തിൽ അദ്ദേഹത്തോട് മോശമായി പെരുമാറിയത്. എന്നാൽ സർജറി ചെയ്തത് മറ്റൊരു ഡോക്ടറാണ്. അതിനുള്ള യോഗ്യത ആ ഡോക്ടർക്കില്ല എന്നുള്ളതാണ് ഈ പരാതിക്കാരനും ഇപ്പോൾ ആരോപിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് 2 മാസമായി ഈ ഒരു ഇങ്ങനെ തന്നെയാണ്. മനോജ്, കൊല്ലം അഷ്ടമുടി സഹകരണ ആശുപത്രിക്കെതിരെ ഗുരുതരമായ ചികിത്സാ പിഴവ് സംഭവിച്ചു എന്ന പരാതിയുമായി എത്തിയിരിക്കുകയാണ് അവിടെ നിന്ന് ചികിത്സ തേടിയ ഒരു വ്യക്തി. വാർത്ത കൈകാര്യം ചെയ്യാനെത്തിയ ജനം TV സംഘത്തിന് നേരെയും ആശുപത്രി അധികൃതർ ഭീഷണി മുഴക്കി. മനോജാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.